എടുത്ത് കൊടുക്കാൻ എളുപ്പമുണ്ട്. ഏഞ്ചൽ പിന്നെ ഡോൺസി ഈശ്വര പ്രാർത്ഥന കുമാരി ഗൗരി അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന് നല്ല രീതിയിലുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പ്രദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായിട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി ശ്രീമാൻ അഡ്വക്കേറ്റ് സൈമൺ അലക്സ്. ഇദ്ദേഹം ഈ ഓണക്കാലത്തുള്ള ഈ തിരക്കും
പാർട്ടി പ്രവർത്തനത്തിൻ്റെ തിരക്കും എല്ലാം മാറ്റിവെച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് ആശംസ മൊമൻറ്റോ വിതരണം നടത്താനെത്തിയിരിക്കുന്ന ശ്രീ VS റാണ, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗവും നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ കോർഡിനേറ്ററുമായ ഇദ്ദേഹത്തിന് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇദ്ദേഹവും ഒരു ചാരിറ്റി പ്രവർത്തകൻ നടത്തുന്ന ഒരു നല്ല വ്യക്തിയാണ്. ഇദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് ശ്രീ തൗഫീഖ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി. ഇദ്ദേഹവും ഒരു ചാരിറ്റി പ്രവർത്തനം ഒക്കെ നടത്തുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. ഇദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ശ്രീ അനിതൻ, ഇദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുന്ന പ്രതീക്ഷയിലാണ്. ഇദ്ദേഹത്തിനും കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡൻ്റാണ്. ഇദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചു. അടുത്തതായി കൃതജ്ഞത അർപ്പിക്കാനെത്തിയിരിക്കുന്ന ശ്രീമാൻ എൽ ബേബി. ഇദ്ദേഹം ഈ പ്രദേശത്തുള്ള ഒരു വ്യക്തി കൂടിയാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഈ സ്നേഹാദരം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന മിടുമിടുക്കരായ നല്ലവരായ കുട്ടികൾ എല്ലാവർക്കും, അതേപോലെ മാതാപിതാക്കൾക്കും ഈ കുട്ടികളുടെ ഇനിയുള്ള ഉന്നമന പഠനത്തിനും എല്ലാവിധ ദൈവീയമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഇവരെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ പ്രിയമുള്ള വേദിയിലിരിക്കുന്ന ശ്രീമാൻ സൈമൺ അലക്സ് അവറുകൾ, അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇന്ന് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സമയത്തിന് മുമ്പേ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ശ്രീ VS റാണ, അദ്ദേഹത്തിനും ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇടമുളയ്ക്കൽ പഞ്ചായത്തിൻ്റെ മെമ്പറും NGO കോൺഫെഡറേഷൻ്റെ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് സംസാരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഏറെ പ്രിയമുള്ള തൗഫീഖ് പണിക്കാട്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ശിവദാസൻ കോൺഗ്രസിൻ്റെ അറക്കൽ മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ശ്രീ എൽ ബേബി, അദ്ദേഹം ഈ പ്രദേശത്തെ തന്നെ ഈ വാർഡിലെ ബൂത്ത് പ്രസിഡൻറ്റും ഇപ്പോൾ കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹി കൂടിയാണ്. ഈ ഇരിക്കുന്ന ഞങ്ങളുടെ മുതിർന്ന എല്ലാവരുടെയും നേതാവ് ശ്രീ ഗോപാലകൃഷ്ണൻ ആചാര്യ, ഞങ്ങളൊക്കെ അപ്പൂപ്പന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. പിന്നെ ഈ സ്നേഹ ആദരവ് ഏറ്റുവാങ്ങാൻ വളരെ പരിമിതികൾക്കുള്ളിലും വന്നു ചേർന്ന കുട്ടികളെ ഓർത്ത് സന്തോഷിക്കുകയാണ്. ഒരുപാട് പേര് ഇന്ന് അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞവരിലൊക്കെ പറയുന്നത് ഈ ഒരു ദിവസത്തെ പരീക്ഷയ്ക്ക് പോയില്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓണപ്പരിപാടിക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കുട്ടികളൊക്കെ ഒരുങ്ങി തയ്യാറെടുത്ത് വന്നേക്കാം, ഇത് കഴിഞ്ഞിട്ട് വേണമെന്ന് പോകാൻ. അങ്ങനെയുള്ള ആ സന്തോഷം ഞാൻ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു പകുതി കുട്ടികൾ പോലും എനിക്ക് തോന്നുന്ന വന്നിട്ടില്ല. കാരണം അവർക്ക് അവിടെയാണ് ഓണാഘോഷ പരിപാടിയാണ് അവരുടെ ഉദ്ദേശം. എന്നിരുന്നാലും ഈ ആദരവ് ഞാൻ വാസ്തവത്തിൽ അവരെല്ലാവരോടും ചോദിച്ചതാണ്. അപ്പോൾ വ്യാഴാഴ്ച പരീക്ഷ തീരും, അങ്ങളെ വെള്ളിയാഴ്ച വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വെള്ളിയാഴ്ച വെച്ചത്. ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ആകത്തുള്ളായിരുന്നു. കാരണം നാളെ ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. കാരണം ഈ കുട്ടികൾക്ക് എല്ലാവരും ഒന്നിച്ച് കാണുവാനും ഇങ്ങനെയൊരു സംരംഭം എല്ലാവർക്കും ഒരു നമ്മുടെ ശ്രീ അനിരുദ്ധൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏതോ ഒരു പരിപാടിയായിട്ട് പോകുന്നതായിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്വാഗതം. അങ്ങനെ ഈ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് പലരും വരാമെന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഈ മൊമൻറ്റോ കൊടുക്കുന്നത് ഞങ്ങളൊരു പ്രത്യേക രീതിയിൽ ഒരു പേനയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഈ പേന കൊടുത്ത് എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പം പല കുട്ടികളുടെയും രക്ഷകർത്താക്കൾ പറഞ്ഞു, നിങ്ങളൊരു പരിപാടി വെക്കണം,
കാരണം ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചിട്ട് ആ പ്രോഗ്രാമിൽ കുട്ടികളെ ആദരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം തീർച്ചയായിട്ടും അതൊരു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കും തോന്നി. അപ്പോൾ ഈ പേനയൊക്കെ ആകുമ്പോൾ ഒരു പഴഞ്ചൻ രീതിയായപ്പോൾ 8 വർഷം കണ്ടിന്യൂസ് പേനയാണ് കൊടുത്തത്. കുട്ടികൾ അന്ന് കൊടുത്ത 8 വർഷം മുമ്പ് കൊടുത്ത പേന ഇപ്പോഴും സൂക്ഷിച്ച് അലമാരയിൽ വെച്ചിട്ടുണ്ട്. അവർ എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് എഴുതിയിട്ടേ വെച്ചേക്കാവൂ, കാരണം ഇല്ലെങ്കിൽ ഇത് മനസ്സിലായിപ്പോൾ മഷി ഉണങ്ങിപ്പോകും. അങ്ങനെയുള്ളൊരു സന്ദർഭമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി ഇപ്പോൾ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഒന്ന് ആദരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ ഉദ്ദേശം. ഇന്ന് കടന്നു വന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നമ്മൾ ഈ മാർക്ക് മേടിച്ച് സർട്ടിഫിക്കറ്റ് മേടിക്കുക എന്ന് മാത്രമല്ല. കാരണം ഇതിനകത്ത് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഈ ചിലപ്പം ഒരാൾക്ക് A+, ഫുൾ A+ കിട്ടി കാണും, ഒരാൾക്ക് 1 മാർക്കിനായിരിക്കും ഒരു A+ നഷ്ടപ്പെട്ട്. അവർ മോശമൊന്നുമല്ല. A+ ആയാലും A ആയാലും B ആയാലും ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ധൃതിയുള്ളതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് അവരെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട ജേക്കബ് അച്ചായൻ, പ്രിയപ്പെട്ട സുഹൃത്തും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പ്രിയപ്പെട്ട റാണ, ശ്രീ തൗഫീഖ്, ശ്രീ ശിവദാസൻ, ശ്രീ അൻഡുത്തൻ, ശ്രീ ദേവി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട ജേക്കബ് അച്ചായൻ ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 8 വർഷക്കാലമായി മുടങ്ങാതെ ഈ പെരുമണ്ണൂർ വാർഡിലുള്ള ഉന്നത വിജയമാകുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു ആദരവ് ഒരു പൊതുപരിപാടിയായി ഇന്ന് സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിയിട്ടുള്ള ഈ പരിപാടിയുടെ ഉദ്ദേശം. നിർഭാഗ്യവശാൽ കുറച്ച് കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികൾ വരാനുണ്ട്. ഞാൻ ജേക്കബ് അച്ചായൻ പറഞ്ഞ് നിർത്തിയെടുത്തെന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഒരു ഒന്നാമത്തെ ചവിട്ടുപടിയായിട്ട് മാത്രം നമ്മൾ ഈ വിജയത്തെ കണ്ടാൽ മതി. നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് നമ്മളിലൂടെയാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ പല വ്യത്യസ്ത അഭിരുചികളുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത ചിന്തകളുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് വളർന്നു വരുന്ന ആളുകളുണ്ട്. നമ്മൾ എവിടെയാണ് ഒരു ജീവിതത്തിൽ വിജയിക്കുന്നതെന്ന് തോന്നിയാൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയായി നിങ്ങൾ വളർന്നു വരുമെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം അർത്ഥപൂർണ്ണമുള്ളതാണ്, നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണ്ണമുള്ളതായിരിക്കും, നിങ്ങളുടെ കുടുംബജീവിതം അർത്ഥപൂർണ്ണമുള്ളതായിരിക്കും. അതുതന്നെയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും മറ്റു സംഘടനകളാലും നടത്തുന്ന എല്ലാ പരിപാടികളുടെയും ഉദ്ദേശം അത് മാത്രമാണ്. ഞാനിപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് ഓണാഘോഷമാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ എന്നെ രാവിലെ HM വിളിച്ചു, നിർബന്ധമായി ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലണം. ഞാൻ ഇടവിളക്കൽ ജവഹർ ഹൈസ്കൂളിൽ പഠിച്ച ഒരാളാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും ഇങ്ങനൊരു ആദരവ് നടത്താനോ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാനോ അന്നുള്ള ആളുകൾ ആരും അവരുടെ കുഴപ്പം കൊണ്ടല്ല, അന്ന് അങ്ങനെ ഒരു ചിന്തകളോ അങ്ങനെ ഒരു പ്രതീക്ഷകളോ ഇല്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടം വ്യത്യസ്തമാണ്. ഇന്നൊരു കുട്ടിയെ 1ാം ക്ലാസ് കൊണ്ടാക്കുമ്പോൾ തന്നെ രക്ഷകർത്താക്കൾ തീരുമാനിക്കുക അവനെ ഇന്നതാക്കണം, ഇന്നതിലേക്ക് കൊണ്ടുവരണം, ഇന്നത് പഠിക്കണം, ഇന്നത് പഠിപ്പിക്കണം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് ജയിക്കണം, പിന്നെ 10 ജയിക്കാൻ പറയുന്നത് നീ എങ്ങനെ പ്രീ-ഡിഗ്രി ജയിക്കണം. പ്രീ-ഡിഗ്രിയൊക്കെ ജയിക്കുന്ന വളരെ അപൂർവം ആളുകളാണ്. വരുമാനമുള്ളവരൊക്കെ പ്രീ-ഡിഗ്രി ഇംഗ്ലീഷ് കിട്ടാതെ പോകും. പ്രീ-ഡിഗ്രി ജയിച്ചാൽ പറയും നിങ്ങൾ ഡിഗ്രിക്ക് കിട്ടുന്ന കുട്ടികളോട് പറയും എങ്ങനെയെങ്കിലും ഡിഗ്രി എടുത്താൽ വലിയ സംഭവമാണല്ലോ. ഇന്ന് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒന്നും ഒരു ഘടകമല്ല. കാരണം ഇന്ന് ഓരോ ദിവസം കഴിയുന്നോറും വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസങ്ങളായി മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജ് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വായിക്കില്ലാത്ത കുട്ടികൾ വായിക്കണം. പുതിയ യുഗത്തിനെ പറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. AI എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നാളുകൾ എങ്ങനെ ആയിത്തീരും. ഇപ്പോൾ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളതാണ് ആരോഗ്യ മേഖല, നേഴ്സന്മാരുടെ. റോബോട്ടിക് നേഴ്സന്മാരിലേക്ക് പോവുകയാണ് ലോകം. അപ്പോൾ ചോദിക്കുക അവരുടെ തൊഴിൽ സാധ്യത ഇല്ലാതാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആളുകളുടെ. അതിന് മറുപടി പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ രാജ്യത്ത് കമ്പ്യൂട്ടർവൽക്കരണം വരുമ്പോൾ, കമ്പ്യൂട്ടർ കൊണ്ടുവരുമ്പോൾ അന്ന് സമരം ചെയ്ത ആളുകളുണ്ട്, അന്ന് ആ കമ്പ്യൂട്ടറിനെതിരെ തല്ലി തകർത്ത ആളുകളുണ്ട്, അന്ന് ജോലി ഇല്ലാതാകുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്.
ഒരിക്കലും കമ്പ്യൂട്ടർവൽക്കരണം കൊണ്ട് ജോലി ഇല്ലാതായില്ല. ആ പുതിയ തലമുറയ്ക്ക് ഇൻഫർമേഷൻ ടെക്നോളജി വളരാൻ കഴിഞ്ഞു. ഇന്ന് IT ടെക്നോളജിയും IT മേഖലയിലും ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ആളുകളെ കയറ്റുമതി ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തിവിടുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിജീനിയസായിട്ടുള്ള വിദ്യാർത്ഥികളുള്ള നാടായി നമ്മുടെ നാട് മാറി. ഒരുപക്ഷെ നാളുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം, എൻ്റെ കാലം കഴിഞ്ഞു, നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ നിലവാരത്തിനകത്ത് നാളെ എന്താണ് ആയിത്തീരേണ്ടത് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. നമ്മുടെ മുമ്പുള്ള ചോദ്യം, നമ്മൾ നാളെ എന്തായിത്തീരും? നിങ്ങളുടെ മനസ്സിലൊരു രൂപം ഉണ്ടായിരിക്കണം. എനിക്ക് നാളെ ഇന്നതാകണം, ഞാൻ ഇന്ന മേഖലയിൽ തിരഞ്ഞെടുക്കും. അല്ല അച്ഛനും അമ്മയും പറയുന്ന മേഖലയോട് പറയുന്നത് പോകണം ഞാൻ പറയത്തില്ലാണ്. എനിക്കിപ്പോൾ എന്നെ നേരിട്ടുണ്ടായ അനുഭവം ഞാൻ പറയാം. എൻ്റെ ഇളയ മകൻ, ഞാനിടെ അടുത്തിടയ്ക്ക് UK വരെ പോകാൻ ഭാഗ്യമുണ്ടായി എൻ്റെ മകനുമായി ബന്ധപ്പെട്ട്. ഞാൻ അവനെ അവിടെ കൊണ്ട് ഏതെങ്കിലും നല്ല ഒരു എൻജിനീയറിംഗ് പോലെയുള്ള കോഴ്സ് കൊണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പോയത്. അവൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു മീഡിയ പഠിച്ചാലെന്ന് പറഞ്ഞു. മീഡിയ പഠിച്ചാൽ ഞാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചടാ ഇത് മീഡിയ നമുക്കതിനെപ്പറ്റി ഒരു ചിന്തയില്ല. പക്ഷേ ഞാൻ അതിൻ്റെ കോളേജിലെ അധ്യാപകർ ലെക്ചർ ക്ലാസ്സിൽ പോയിരുന്നു. ഞാൻ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ പോയിരിക്കുന്നു. ചെന്നിരുന്നപ്പോഴാണ് മീഡിയയുടെ ഒരു സ്കോപ്പിനെ പറ്റി, അതിൻ്റെ നാളുകളുണ്ടാകുന്ന വരും വരായികളെപ്പറ്റി, അതിൻ്റെ വളർച്ചയെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റി ഒരു അവബോധം നമുക്ക് കിട്ടുമ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ വലിയ LLB MA LLB കാരനൊക്കെ ആയിട്ട് എനിക്കിതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടായല്ലോ. കാര്യം 10ാം ക്ലാസ് മാത്രം പഠിച്ച എൻ്റെ മകൻ മീഡിയ മാനേജ്മെൻറ്റിനെ പറ്റിയും മീഡിയയെ പറ്റിയുള്ള പഠിക്കാനുള്ള അവൻ്റെ ഒരു ത്വര, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, അവൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അവൻ പഠിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ചിന്ത ഉണ്ടാവണം പഠിക്കുന്നതിനെ പറ്റി. നിങ്ങളുടെ കയ്യിൽ ഓരോരുത്തർ എല്ലാവരുടെയും മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോൺ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, മോശം കാര്യത്തിന് ഉപയോഗിക്കാം. ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് കൂടുതൽ സമയം മൊബൈൽ കണ്ടു തന്നെ ഒന്നീ വാട്സപ്പ് നോക്കാനാണ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കാൻ ഉപയോഗിക്കും. ഇതൊന്നും മാത്രമല്ല അത് ഉപയോഗിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഏത് കാര്യത്തെപ്പറ്റിയും പോയി ചോദിക്കാൻ കഴിയുന്ന ഒന്ന് കയ്യിൽ നിങ്ങളുടെ മൊബൈലുണ്ട്. ഇപ്പോൾ വാട്സപ്പിനകത്ത് ഒരു പുതിയ ഫീച്ചർ വന്നു, എന്തൊരു പുതിയ ഫീച്ചർ, ഇൻഫോയോ, മെറ്റയോട് ചോദിച്ചാൽ മെറ്റ പറഞ്ഞു തരും. മറ്റേത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണമാണ്. നമ്മളൊക്കെ പലയിടത്തും പല കാര്യങ്ങളെ പറ്റിയും സംസാരിക്കാൻ പോകണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഗൂഗിളിൽ കയറി നോക്കും. ഇന്നാളെ പറ്റി ഒരാളെ PN പണിക്കർ ഫൗണ്ടേഷനിൽ പരിപാടിക്കാൻ പോകണമെങ്കിൽ PN പണിക്കർ എന്തായിരുന്നു നമ്മളൊന്ന് എഴുതി നോക്കും. അല്ലെങ്കിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണെങ്കിൽ അന്ന് എന്താണ് പ്രസംഗിക്കണം, നമ്മൾ ഗൂഗിളിൽ പോയി എന്തെങ്കിലും ഒരു പോയിന്റ്സ് എടുക്കും. നിങ്ങൾക്കും അതുപോലെയാ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ രാജ്യവും ഈ ലോകത്ത് നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള എല്ലാത്തിനെ പറ്റിയും പഠിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ. അല്ലാതെ ഇൻസ്റ്റാഗ്രാം നോക്കാനും ഫേസ്ബുക്ക് നോക്കാനും വാട്സപ്പ് നോക്കാനും വേണ്ടി മാത്രമുള്ളതല്ല. ഞാൻ ദീർഘമായിട്ട് ഒന്നും കടന്നു പോകുന്നില്ല. ഈ നല്ല സമയത്ത് ഇത്രയും നല്ല ഒരു മനോഹരമായ പരിപാടി സംഘടിപ്പിച്ച ജേക്കബച്ചാൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റാണ്. അതിനേക്കാൾ ഉപരിയായി കയ്യിൽ നിന്ന് ധാരാളം പണം മുടക്കി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. പല കാര്യങ്ങൾക്കും പലരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ട്, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ വന്ന കാര്യങ്ങൾ, മെഡിക്കൽ കോളേജ് കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും അത് ലാഭകമില്ലാതെ നമ്മളെയൊക്കെ വിളിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അത്രയേറെ ആളുകളുടെ പൊതുപ്രവർത്തകനായി നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ജേക്കബച്ചാനെയും അദ്ദേഹത്തോടൊപ്പം ഈ വാർഡിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെയും ഈ പരിപാടി സംഘടിപ്പിച്ചുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നാളുകളിൽ നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ കൂടുതൽ ഊർജ്ജത്തോടെ പുതിയ ബന്ധാവിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ തൗഫീഖ് എസിനെ ക്ഷണിച്ചു. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, പ്രിയമുള്ള ഉദ്ഘാടകൻ ശ്രീ അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, പ്രിയപ്പെട്ട VS റാണ, PM ശിവദാസൻ, പ്രിയപ്പെട്ട ബെബ്ചാൻ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എനിക്ക് മുമ്പ് സൂചിപ്പിച്ച ഉദ്ഘാടകൻ വിശദമായി ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ രീതിയിൽ സംസാരിച്ചു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം. നമ്മൾ രാവിലെ തൊട്ട് പഠിക്കുവാനായി വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്കും ക്യാമ്പസുകളിലേക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളുകളിലേക്ക് ചെന്ന് പെടുവാനും അത്രയോളം ബുദ്ധിമുട്ടി നമ്മളെ പഠിക്കുവാൻ സാമ്പത്തികം നൽകിയും മറ്റെല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൽകി നമ്മളെ വിദ്യാഭ്യാസത്തിനായി പറഞ്ഞു വിടുന്ന നമ്മുടെ മാതാപിതാക്കളെ
വിഷമിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ മാതാവിനെയും പിതാവിനെയും വിഷമതയിലേക്ക് തള്ളിവിടുന്ന ഒരു കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളായി ചില വിദ്യാർത്ഥികൾ മാറുന്നതായി നമ്മളെപ്പോലുള്ള ചിലർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കാരണം ഞാൻ ഏകദേശം ഒരു 30-31 വയസ്സ് പ്രായമുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു 10 വയസ്സ് മുതൽ ഒരു 20-24 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളുമായി സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരാളാണ്, അവരുമായി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അല്ലെങ്കിൽ ചെറുപ്പക്കാരും യുവതി യുവാക്കളും ഒരു ഫാഷൻ കാലഘട്ടത്തിൻ്റെ യുഗത്തിലേക്ക് പോവുകയാണ്. അവർക്ക് കാലഘട്ടത്തിനനുസൃതമായി മാറുന്ന സാഹചര്യത്തിലേക്ക് ജീവിതം മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നില്ല എന്നൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം, മാരകമായ മയക്കുമരുന്നുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇത് ഇത്തരത്തിലുള്ള കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് അവനും ആ സമൂഹവും അവന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ പൊതു ഇടവും അവരുടെ സുഹൃത്തുക്കളും നശിക്കുന്നതിന് ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ തയ്യാറായി വന്നാൽ തീർച്ചയായും അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തേണ്ട കടമ നിങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഒരുപക്ഷെ നമ്മളാരും നമ്മുടെ മാതാപിതാക്കളുടെ വാല്യൂ, വില ഒരിക്കൽ പോലും മനസ്സിലാക്കുവാൻ കഴിയില്ല. കാരണം നമ്മൾ സ്കൂളിൽ പോകണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ 9 മണി വരെ, അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ 8 മണി വരെ കിടന്നുറങ്ങുന്ന വിദ്യാർത്ഥികളായിരിക്കും, വിദ്യാർത്ഥികളിൽ ആരായാലും. പക്ഷേ രാവിലെ 5 മണിക്ക് രാവിലെ പാചകപ്പുരയിലേക്ക് കയറുന്ന അമ്മ, അല്ലെങ്കിൽ നിങ്ങളല്ലെങ്കിൽ ഒരു 8 മണി ആകുന്നത് വരെയും കാത്തിരുന്ന് എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ അവനെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് അത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ച് നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം, നന്മയുള്ള വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൽ ഉതകുന്ന വിദ്യാർത്ഥികളായി മാറുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോടൊപ്പം എന്നും എക്കാലവും എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അനുജന്മാർ, അനുജത്തിമാർ നിൽക്കണം. ഒരു പൊതുവായ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ വാർഡിൽ താമസമാക്കിയിരിക്കുന്ന ശ്രീ PG ജേക്കബ്, ശിവദാസൻ ഉൾപ്പെടെ, ബേബിച്ചാൻ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും എല്ലാവിധ ആശംസകളും എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് മൊമൻറ്റോ വിതരണമാണ്. പക്ഷേ അതിനു മുമ്പിട്ടായിട്ട് റാണ സാറിനെ ഈ ഇന്ന കുട്ടികൾക്കെല്ലാം അറിയാമെന്ന് തോന്നുന്നു വ്യക്തിപരമായിട്ട്. അപ്പോൾ റാണ സാറിൻ്റെ പ്രവർത്തന മേഖല ഒന്ന് വിവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ആ പ്രവർത്തന മേഖലകൾ ഒന്ന് വിവരിക്കുന്നതായിരിക്കും. വിവരിച്ചതിന് ശേഷം നമുക്ക് മൊമൻറ്റോ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ശ്രീ റാണ സാറിനെ ക്ഷണിച്ചു കൊടുക്കും. അധ്യക്ഷൻ ശ്രീ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട KPCCയുടെ ആരാധ്യനായ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് അവർ, അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കുവാനെത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ തൗഫീഖ് അവർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ PN ജേക്കബ്, കൃതജ്ഞത അറിയിക്കുവാനെത്തിയിട്ടുള്ള ശ്രീ LVB അവർ, ഈശ്വര പ്രാർത്ഥനയ്ക്കെത്തിയ കുമാരി ഗൗരി, ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട താരങ്ങളും അതിഥികളുമായ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ. അച്ചാരിലൂടെ പറഞ്ഞത് ഞാൻ എൻ്റെ പ്രവർത്തന കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കണമെന്നുള്ളതാണ്. അതെന്തായാലും ഒരിക്കലും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ പറയുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ലാത്തതുകൊണ്ട് പൊതുവായ കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുകയാണ്. ഇതിൽ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞു. അത് SSLC ആണ്, അതുപോലെ +2 ആ ലെവലിലൊക്കെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് മികച്ച വിജയം നേടി അടുത്ത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടക്കുന്നതിനോടൊപ്പം ജീവിത വിജയം നേടുന്നതിനുള്ള ആ ഒരു പന്ഥാവിലൂടെ നീങ്ങുന്ന വിദ്യാർത്ഥികളെയാണെന്ന് നമ്മളിവിടെ ആദരിക്കുന്നത്. ഈ അവസരത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികളോട് ഞങ്ങൾക്കുള്ള ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ,
ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു വന്നിട്ടുള്ള എല്ലാവരും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തി പ്രദേശത്തൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ ജേക്കബ് അച്ചായൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അതുപോലെ തൗഫീഖ് ഈ മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. സൈമൺ അച്ചായനും അദ്ദേഹത്തെ കൊണ്ട് വലിയ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം സംഘടിപ്പിക്കാറുള്ളത്. ഈ നിയോജക മണ്ഡലത്തിനുൾപ്പെടെയുള്ള ആശാവർക്കർമാർ, ഏതാണ്ട് 500ഓളം ആശാവർക്കർമാരെയൊക്കെ ആയൂർ ഒരു വലിയ പ്രോഗ്രാമിൽ എത്തിച്ച് അന്നത്തെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അവർകളെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് അവരെ ആദരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെന്ന നിലയിലാണ് നമ്മുടെ PM ശിവദാസൻ അവർ ഞങ്ങളെയൊക്കെ ഇവിടെ പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ജേക്കബ് അച്ചായൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ NGO കോൺഫെഡറേഷൻ്റെ ഒരുപാട് പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട 1-2 പ്രവർത്തനങ്ങളാണ് ലാപ്ടോപ്പുകളുടെ വിതരണവും കുട്ടികളുടെ പഠനോപകരണങ്ങളുടെ വിതരണം. അതായത് സ്കൂൾ ബാഗും അല്ലെങ്കിൽ സ്കൂൾ കിറ്റ് അടങ്ങുന്ന കാര്യങ്ങളൊക്കെ വിതരണം ചെയ്ത ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിൽ ഏകദേശം 125ഓളം പേർക്കാണ് ലാപ്ടോപ്പുകൾ പകുതി വിലയ്ക്ക് നൽകിയത്. അങ്ങനെ ലാപ്ടോപ്പുകൾ നൽകിയതിന് ശേഷം ഞങ്ങൾ അപേക്ഷകൾ പൂരിപ്പിച്ച് വാങ്ങാറുണ്ട്. കുട്ടികളുടെ ഇതും അപേക്ഷകൾ പൂരിപ്പിച്ച് വാങ്ങാറുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിച്ച ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികളെല്ലാം പഠിക്കുന്നത് ഓരോരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. വന്നിട്ടുള്ള ഓരോ കുട്ടികളും പഠിക്കുന്നത് ഓരോരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങളിലെല്ലാം പേരെഴുതി. അതിൽ ശ്രദ്ധേയമായൊരു വസ്തുത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര് പോലും മറ്റൊരു അപേക്ഷയിൽ ആവർത്തിച്ച് വന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര് പോലും മറ്റൊരു അപേക്ഷയിലൂടെ ആവർത്തിച്ച് വന്നില്ല. എന്താ കാര്യം? അവർക്ക് ലഭ്യമായ ആനുകൂല്യം അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായ ഈ ഒരു അവസരത്തെക്കുറിച്ച് അവരുടെ സഹപാഠികളുടെ അടുത്ത് പോലും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് അതിനകത്തെ ശ്രദ്ധിക്കേണ്ട വിഷയം. എന്ന് വെച്ചാൽ ഒരു ആനുകൂല്യം കിട്ടുന്നത് തനിക്ക് മാത്രം മതി, മറ്റൊരാൾ അറിയണ്ട എന്നുള്ളൊരു മനോഭാവം. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. നമുക്ക് കിട്ടിയ ആനുകൂല്യത്തെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരൻ പോലും അറിയരുത് എന്നുള്ള ഒരു മനോഭാവം. ഇല്ലെങ്കിൽ ഒരു കോളേജിൽ 1500ഓളം കുട്ടികൾ പഠിക്കുന്നതായിരുന്നു. അപ്പോൾ 1500ഓളം കുട്ടികൾ പഠിക്കുന്നതിലും ഒരു കുട്ടിക്ക് മാത്രമാണ് ആ കോളേജിൽ ഒരു ആനുകൂല്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ആ കുട്ടി അത് അവിടെ അവതരിപ്പിച്ചില്ല, അല്ലെങ്കിൽ തൻ്റെ സഹപാഠികളോട് പോലും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല എന്നുള്ളതാണ് അതിനകത്തെ ഒരു വിഷമകരമായ അവസ്ഥ. അതുപോലെ 500ഓളം കുട്ടികൾക്കാണ് പകുതി വിലയിൽ ഈ സ്കൂൾ തുറപ്പ് സമയത്ത് മെയ് 31-ാം തീയതി സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തത്. 1000 രൂപയ്ക്ക് ഏതാണ്ട് 2500ഓളം രൂപയുടെ സാധനങ്ങൾ അടങ്ങുന്ന കാര്യങ്ങളാണ് വിതരണം ചെയ്തത്. അതിലും ശ്രദ്ധിക്കപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത്, തൊട്ട് അയൽവക്കത്തെ കുട്ടികൾ പോലും അറിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങളിൽ ഒരാൾ വാങ്ങിയെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്ത് കുട്ടികളുണ്ടല്ലോ പഠിക്കുന്നത്, അവർ പോലും അറിഞ്ഞില്ല. എന്ന് വെച്ചാൽ പറഞ്ഞില്ല, അതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു വളർച്ച എന്ന് പറയുന്നതിൽ അല്പസ്വല്പം വിഷമമുണ്ട്. കാരണം ഞാനും ഈ അധ്യാപക മേഖലയിലൊക്കെ നിൽക്കുന്നതാണ്, കുട്ടികളെ അടുത്തറിയാവുന്ന ആളാണ്. പക്ഷെ അത് കുട്ടികളുടെ കുഴപ്പമാണോ രക്ഷിതാക്കളുടെ കുഴപ്പമാണോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം പലപ്പോഴും രക്ഷിതാക്കൾ പറയാം അത് പറയണ്ട എന്ന് പറയും, നീ ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ കാര്യങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് ഒരു സങ്കോച മനസ്ഥിതിയുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആനുകൂല്യം ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഫംഗ്ഷനിൽ വെച്ച് വാങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് വരുന്നത് തന്നെ അല്ലെങ്കിൽ വന്നാൽ തന്നെ മുഖം തരാതെ ഇരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു വിടുന്നൊരവസ്ഥ. ഇങ്ങനെയൊക്കെ ഉള്ള ചില രീതികളിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? കുറച്ചുകൂടി വിശാല മനസ്കരായിട്ട് വളർന്നു വരണം. നമ്മൾ ജീവിതത്തിൻ്റെ പടവുകളിലേക്ക് വരുന്ന ആൾക്കാരാണ്. ഒരു മത്സര പരീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്തു? വിജയിച്ചിരിക്കും. ആ വിജയിക്കുന്നതിനോടൊപ്പം പരാജയപ്പെടാനുള്ളൊരു മനസ്സുകൂടി നമുക്കുണ്ടാകും.
എന്ന് വെച്ചാൽ എവിടെയും കയറി പരാജയപ്പെടണമെന്നല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണം, ഒന്ന് പിന്നോക്കം മാറാനും നമ്മുടെ പിന്നാലെ വരുന്നവരെ കൂടി വിജയിപ്പിക്കുവാനുമുള്ള മനസ്ഥിതി നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് കുട്ടികൾ വളർന്നു. എങ്കിൽ മാത്രമേ ലോകം എന്താവൂ, ലോകം നമ്മുടെ കൈപ്പിടിയിലേക്ക് വരും. ഇല്ലെങ്കിൽ പുതിയ ലോകത്തിൽ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ നിങ്ങൾ അന്യരായി പോകും. നിങ്ങളുടെ പിറകിൽ ആരും ഇല്ലാതെ വരും. ഇപ്പോൾ അച്ചായനും ഇവിടെ ഇരുന്ന ആൾക്കാരും ഒക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്ക് ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകണമെന്നുള്ളതുകൊണ്ടല്ലേ, അല്ലേ? ഇല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പണവും സമയവും ചെലവഴിച്ച് ഈ വെയിലും കൊണ്ട് ഞങ്ങൾ ഇറക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം എന്നുള്ള പിന്നെ ആ ഒരു ചിന്താഗതി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ പ്രവർത്തനം ഈ പെരുവണ്ണൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് മാത്രം പിന്നെ ചാരിറ്റി പ്രവർത്തനം നടത്തി ലക്ഷക്കണക്കിന് രൂപ കളഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? എത്ര ലക്ഷം പോയതാ പറഞ്ഞ്? ഏതാണ്ട് 8 ലക്ഷത്തോളം രൂപ കളഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞു. 1 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ. അപ്പോൾ ആ ഒരു മനസ്ഥിതിയിലേക്ക് എന്ത് ചെയ്യണം, പുതിയ തലമുറ കടന്നു വരണം. കാരണം നമ്മുടെ ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? ഹ്യൂമൻ ഈസ് എ സോഷ്യൽ ബീയിങ് എന്നാണ് പറയുന്നത്. അവനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്കോ ഒറ്റപ്പെട്ടോ ജീവിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനും ഒറ്റയ്ക്കോ ഒറ്റപ്പെട്ടോ ജീവിക്കാൻ കഴിയില്ല. അവന് ആ ഒരു സമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടാവും, ഒരു കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ പിന്തുണ ഉണ്ടാകും. അപ്പോൾ അവരോടൊക്കെ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും ഇൻറ്ററാക്ട് ചെയ്ത് അവരോടൊക്കെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് പിന്നെ ഫോളോ ചെയ്യേണ്ടവരെ അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ പിൻപറ്റണം. അല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു ഇതാണ്, മൊബൈലാണ്, അല്ലേ? ഈ മൊബൈൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, മുഖമുയർത്തി നോക്കില്ല. ഒരാളെയും നമ്മൾ മുഖമുയർത്തി നോക്കില്ല. ഇപ്പോഴത്തെ പുതിയ തലമുറ ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇൻഫീരിയോറിറ്റി എന്ന് വെച്ചാൽ ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സങ്കോചം നമ്മുടെ മുന്നിലുണ്ടാവും. കാരണം എന്താ, നമ്മളെപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ നോക്കി ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്ന് ചിരിക്കാൻ പോലുമുള്ള മനോഭാവം നമുക്കില്ലാതെ വരികയാണ്. ആ വരുന്ന ആളെ കണ്ടിട്ട് എഴുന്നേക്കണോ അല്ലെങ്കിൽ ചിരിക്കണോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധ കേന്ദ്രീകരിക്കും. റോഡിൽ നടക്കുമ്പോൾ എതിരെ വരുന്ന ആളിനെ നോക്കാൻ നമുക്ക് മടിയാണ്. റോഡിൽ നടക്കുമ്പോൾ എതിരെ വരുന്ന ആളിനെ നോക്കാൻ മടിയാണ്. അന്നേരം ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതെടുത്ത് നമ്മൾ വലിയ അത്യാവശ്യ കാര്യം ചെയ്യുന്നതുപോലെ വെറുതെ ഇട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക. വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ശ്രദ്ധ നമ്മളെന്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് മാറ്റുന്നു. ആ ഒരവസ്ഥയിലേക്ക് പുതിയ തലമുറ തലകുനിച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക്. പണ്ടൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് തല ഉയർത്തി നടക്കാനും നട്ടൽ നിവർന്ന് നിൽക്കാനുമുള്ള പിന്നെ ധൈര്യം, ആർജവും അറിവ് ഒക്കെ നൽകുന്ന ഒന്നായിരുന്നു. ഇപ്പം നേരെ മാറി, കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞു. ആൺകുട്ടികൾ പോലും എന്ത് ചെയ്യുന്നില്ല, തല ഉയർത്തി കൊണ്ടില്ല. പെൺകുട്ടികൾ തല കുനിച്ച് നടന്നാൽ അത് നമ്മളെന്ത് പറയും, അത് അവരുടെ കുലീനത്വം എന്നേ നമ്മൾ പറയും. പക്ഷെ ആൺകുട്ടികൾ തല കുനിച്ച് നടന്നാലും അത് അവൻ്റെ അപകർഷതാബോധമെന്നല്ലേ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറ കടന്നു പോവുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണം. അതുപോലെ ജീവിക്കുന്ന സമൂഹത്തിനോടും ജീവിക്കുന്ന പരിസ്ഥിതിയോടും ജീവിക്കുന്ന ലോകത്തിനോട് തന്നെ നമുക്ക് എന്തുണ്ടാവണം, ഒരു ബഹുമാനം ഉണ്ടാവണം. ഇപ്പം തന്നെ ഈ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് പിന്നെ ക്യാമ്പയിനുകളും ഒക്കെ നടക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജംഗ്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും മലിനമാക്കുന്നത് കുട്ടികളാണ്. ഇന്നത്തെ തലമുറയിൽ പ്രിയപ്പെട്ട കുട്ടികളാണ്. എന്താ കാര്യം, 10 രൂപ 5 രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഇല്ലേ ലേസോ കുർക്കുറേ പിന്നെ എന്താ അല്ലേ സിപ്പപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. മേടിക്കുന്നു, പൊട്ടിക്കുന്നു, കഴിക്കുന്നു, അവിടെ കളയുന്നു. എന്തൊരു സംസ്കാരമാണ്! സിപ്പപ്പൊക്കെ മേടിച്ചിട്ട് 2 പേരാണ്, ഒരാൾ മുകളിൽ കൂടെ വലിച്ചു കുടിക്കുന്നു, ഒരാൾ അടിക്കൂടെ വലിച്ചു കുടിക്കുന്നു. അതൊക്കെ നല്ലതാണ്, സൗഹൃദമൊക്കെ നല്ലതാണ്. പക്ഷേ അത് വലിച്ചെറിയുന്നത് 2 പേരും കൂടെ ചേർന്ന് ഒരു ശ്രദ്ധയുമില്ലാതെയാണ്. നമ്മുടെ പരിസ്ഥിതിയിലേക്ക് നമ്മൾ വലിച്ചെറിയുകയാണ്. നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ശ്രദ്ധയുമില്ലാതെ ഒക്കെ വലിച്ചെറിയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊക്കെ എത്ര പേരത് ചെയ്തിട്ടുണ്ടാവും? ആരും ചെയ്യാത്തവരായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിൽ ഇങ്ങനെ വണ്ടി കയറാൻ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വരാനാണ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു വിദേശ വനിത വെള്ളമൊക്കെ കുടിച്ച് കയ്യിലൊരു കാലി കുപ്പിയായിട്ടിങ്ങനെ നിൽക്കുക. അവരിങ്ങനെ അവരോടെല്ലാം നോക്കുക.
എന്നിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു വേറെ ഇത് ഡസ്റ്റ്ബിൻ, ഈ ഇതിടാനുള്ള ലിറ്റർ ബോക്സ് അവിടെ. ഞാൻ എന്താ പൊട്ടിക്കുക, കാരണം നമ്മൾ കേരളക്കാരനാണ്. അങ്ങനെ ഒരു സാധനമേ ഈ കേരളത്തിൽ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഏതാണ്ട് 5 വർഷം മുമ്പാണ്. പക്ഷെ അവരുടെ സംസ്കാരം എന്താ, അവരുപയോഗിച്ച ഒരു ബോട്ടിൽ അത് കാര്യമായി കഴിഞ്ഞാൽ അത് ഇടുന്നതിന് വേണ്ടിയിട്ട് അവർ വേസ്റ്റ് ബക്കറ്റ് നോക്കി നടക്കുകയാണ്. അതാണ് ആ ഒരു സംസ്കാരം. പക്ഷെ നമ്മളാണെങ്കിലോ വെള്ളം കുടിക്കുന്നു, അന്നേരം എടുത്തെറിയുന്നു. ആ 10 രൂപയുടെ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, വെള്ളം കുടിച്ചിട്ട് കുടിക്കുന്നു, അന്നേരം വലിച്ചെറിയുന്നു. നമുക്ക് ഒരു പ്രശ്നവുമില്ല, നമുക്കൊരു സങ്കോചവുമില്ല. തുപ്പടോ അവിടെ തുപ്പും അല്ലേ? ഇതൊക്കെ മറ്റൊരു രാജ്യത്ത് നടക്കുമോ? അങ്ങനെ കണ്ടാൽ തന്നെ എന്തോ ഒരു അറപ്പാണ് നമുക്കുണ്ടാവുക. ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് പുകവലിക്കുന്നു, ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്നൊക്കെ തുമ്മുകയാണ്. ഇതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലേ? ഉണ്ടാക്കുമോ? അതോ നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടേ അല്ലെന്നാ ആണോ? ആ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവണം, ആ ഒരു മനോഭാവം നമുക്കുണ്ടാവണം. കാരണം നമ്മളിതൊക്കെ ചെയ്യുന്നത് വഴി മറ്റുള്ളവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. പുതിയ തലമുറയിലുള്ള പ്രിയപ്പെട്ട കുട്ടികളോടുള്ള എൻ്റെ ഏറ്റവും എളിയ അഭ്യർത്ഥനയാണ്, നമ്മളെപ്പോഴും എങ്ങനെയായിരിക്കണം, മൂല്യബോധമുള്ള കുട്ടികളായിട്ട്, മൂല്യബോധമുള്ള തലമുറയായിട്ട് വളർന്നു വരണം. അത് നമ്മുടെ അച്ഛനമ്മമാരോടും നമ്മുടെ വീട്ടുകാരോടും മാത്രമല്ല ഈ ഉത്തരവാദിത്വം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. നമ്മൾ നമ്മുടെ പരിസ്ഥിതിയോടും ചുറ്റുപാടിനോടും നമ്മുടെ സമൂഹത്തിനോടും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബോധം എല്ലായ്പ്പോഴും പ്രകടിപ്പിക്കണം. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മുന്നോട്ട് ജീവിത പടവുകൾ കടന്നു പോകാൻ. അതിലെല്ലാവർക്കും ഈ വന്നിരിക്കുന്ന ഇനി വരാനുള്ള മിടുക്കരായ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിനുള്ള കഴിവുണ്ടാകട്ടെ, അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു ക്ഷേത്രാങ്കണത്തിൽ നിന്ന് തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇതിൻ്റെ സംഘാടകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇനി നമുക്ക് മൊമെൻ്റോ വിതരണത്തിലേക്ക് കിടക്കാം സാറേ. അപ്പോൾ അതെ, നമ്മൾ ഫ്രണ്ടിലോട്ട് വരണ്ടേ? ടീന സാബു ഉണ്ടോ? ടീന സാബു വന്നില്ല. അപ്പം മോള് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം മോളെ ഞാൻ കൊടുക്കും അല്ലേ? അപ്പോൾ ഹന്ന ബീവി മമ്മൂട്ടി വന്നിട്ടില്ല. വിഷ്ണു വിനോദ് ഡാനി വി റോയ് തീർത്ഥ ജി എസ്. തീർത്ഥ വന്നിട്ടില്ല. തീർത്ഥയുടെ മാതാവ് വന്നിട്ടുണ്ട്. തീർത്ഥ ജയബൽ ബിജു വന്നിട്ടുണ്ടോ? ഇല്ല. മെൽവിൻ ജോൺസൺ. ജോൺസി ജോൺസൺ. അഭിഷേക് എസ്. സുബിൻ എ പീറ്റർ. ശിവലക്ഷ്മി
പി ശിവലക്ഷ്മിയുടെ അമ്മയാണ്. ശിവലക്ഷ്മിയുടെ അമ്മയാണ്. ശിവലക്ഷ്മിക്ക് വരാൻ പറ്റില്ല. ഏഞ്ചൽ ബൈജു വന്നിട്ടില്ലല്ലോ. ഇനി ജീവൻ തോമസ് CBSEയുടെ ജീവൻ തോമസ് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം അത് മാറ്റില്ലേ. എന്നിട്ട് ബെനിറ്റ സ്റ്റീവൻ. ബെനിറ്റ സ്റ്റീവൻ. അഭിഷേക് യെസ്. സംഗീത യെസ്. എന്നിട്ടില്ലയോ? അനിറ്റ എ ബേബി. സവിത പി. സവിത. ബെൻസൺ ബിനു. ജ്യോതിഷ് പി. ജ്യോതിഷ് ഇല്ലേ? ഐശ്വര്യ ദേവൻ. ജിയു സാബു. ദേവിയ MS വന്നിട്ടില്ല. ഓക്കെ. അജിത് ജി. അഭിജിത്ത് എ. വാസുദേവ് ആർജെ. വാസുദേവ് വരുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വാസുദേവ് അഭിയ ബിജു. റോബിൻ ജി റജി. റോബിന്റെ മഹി എം. ഈ വന്നിരിക്കുന്ന ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? അല്ല ഒരു 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 ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ്. ഇനി വരാത്തുള്ളവർക്ക് പിന്നെ നമുക്ക് വിളിക്കുന്നവരെ കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ കൊണ്ടാൽ മതിയല്ലോ അല്ലേ? ആ കൃതജ്ഞത പറയും. കൃതജ്ഞതയാണ്. സമയ ചുരുക്കം ഈ പരിപാടികൾ അറ്റൻഡ് ചെയ്യേണ്ട ആൾക്കാർ അങ്ങനെ സമയം ചുരുക്കമായിട്ട് ഞാൻ പറയാം. ആദ്യമായി അധ്യക്ഷ സ്ഥാനം നിർവഹിച്ച നമ്മുടെ പ്രദേശത്ത് തന്നെ അനേക പ്രവർത്തനങ്ങൾ ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പേർക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വളരെ താല്പര്യത്തോടു കൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ PG ജേക്കബ് നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ശിവദാസനും ഇവിടെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഭംഗിയായി ആത്മാർത്ഥതയോടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ആളാണ്. ശിവദാസനുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് സൈമൺ അലക്സ് സാറ്,
KPCC ജനറൽ സെക്രട്ടറി കൂടിയായ തിരക്കേറിയ ഒരു മനുഷ്യനാണ്. എങ്കിലും നമ്മളുടെ ഈ പ്രോഗ്രാമിൽ വന്നുകൂടി നമ്മൾക്കെല്ലാം വളരെ പ്രയോജനകരമായ ഒരു സന്ദേശം നൽകി ഇപ്പോൾ തിരക്ക് കാരണം കടന്നുപോയി. എങ്കിലും അഡ്വക്കേറ്റ് സൈമൺ അലക്സ് സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമുക്ക് വളരെ വിലപ്പെട്ട സന്ദേശങ്ങൾ നൽകി ഈ മൂവ്മെൻറ്റുകളെല്ലാം വിതരണം ചെയ്യാൻ വളരെ തിരക്കുകളുടെ ഇടയിൽ നിന്നും നമുക്ക് വേണ്ടി വന്നെത്തിച്ചേർന്നു VS റാണ മെമ്പർ എന്നാണ് ഞങ്ങളൊക്കെ പൊതുവെ പറയുന്നത്. വെറും മെമ്പറല്ല, ഈ പ്രദേശങ്ങളിലെ വളരെയധികം താല്പര്യത്തോടെ വളരെ ഉത്സുകനായി അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അഖിലേന്ത്യാ കോൺഫെഡറേഷൻ്റെ ജില്ലാ കമ്മിറ്റി കോർഡിനേറ്റർ കൂടിയായിരിക്കുന്ന റാണ സാറ് നമ്മളോടൊപ്പം ആയിരിക്കുന്നു. ഏറ്റവും സന്തോഷമുണ്ട്. അദ്ദേഹത്തിനുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. കൂടാതെ ആശംസകൾ അറിയിച്ച തൗഫീഖ് തടിക്കാട് ഇപ്പോൾ പുതിയതായി ഈ വർഷം യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. തിരക്കുകളുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ വന്ന് നമുക്ക് സന്ദേശം നൽകി നമുക്ക് വേണ്ടതായ ഉത്തേജനപ്രദമായ സന്ദേശങ്ങൾ നൽകി ആശംസകൾ അറിയിച്ച തൗഫീഖിനോടുള്ള നന്ദി അറിയിക്കുന്നു. ആശംസകൾ അറിയിക്കാൻ എത്തിച്ചേർന്ന ശ്രീ അനിരുദ്ധൻ വേറെ ചില പ്രത്യേക പ്രോഗ്രാമുകൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് അധിക സമയം നമ്മളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ശ്രീ അനിരുദ്ധനോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ഒരു പരിപാടി കാരണം ആയിരിക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ ഉന്നതമായ വിജയ കാരണമാണ്. ആ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ ഇത്ര വലിയ ഇതുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരെ വളരെ അധ്വാനിച്ച് വളരെ ഭാരപ്പെട്ട് അവരുടെ മാതാപിതാക്കളെല്ലാം അവരുടെ പ്രയോജനത്തോടും സഹകരണത്തോടും കൂടി നല്ല ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുഞ്ഞുങ്ങളോടും ഉള്ള സ്നേഹവും നന്ദിയും ആദരവും അറിയിക്കുവാൻ ഞാൻ പ്രത്യേകമായി താല്പര്യപ്പെടുന്നു. ഈ യോഗത്തിൻ്റെ പേരുള്ള നന്ദി അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ വേദിയിലായിരിക്കുന്ന സദസ്സിലായിരിക്കുന്ന എല്ലാവരെയും ഈ ഒരു പരിപാടിയിൽ ചെയ്യുവാൻ താല്പര്യപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്യമത്തിൽ നിന്നും ഈ യോഗം അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് വരാൻ പറ്റാത്തതായ കുട്ടികളുടെ അടുത്തുനിന്നുള്ളതോ ആർക്കെങ്കിലും ഇത് കൈപ്പറ്റാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിത് കൈപ്പറ്റി അവരെ ഏൽപ്പിക്കേണ്ടതാണ്. ഓക്കെ മനസ്സിലായി. താങ്ക് യു എല്ലാവർക്കും.